നമസ്കാരം. നമ്മുടെ നാട്ടിലെ പല തൊഴിൽ പ്രസ്ഥാനങ്ങളെയും കൊടികുത്തിപ്പൂട്ടിച്ച ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPM. തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് പലപ്പോഴും പാർട്ടി നേതൃത്വവും പാർട്ടി നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കിറ്റെക്സ്? ഈ കിറ്റെക്സിനെ നമ്മുടെ സംസ്ഥാന സർക്കാർ എത്രത്തോളം വേട്ടയാടി, അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പല തവണ റെയ്ഡ് ചെയ്തു. അവരെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളൊക്കെ അന്തം കമ്മി സഖാക്കൾ സൈബർ ഇടങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഒടുവിൽ കേരളത്തിൽ നടത്താനിരുന്ന നിക്ഷേപം തെലങ്കാനയിൽ നടത്തി അവിടെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ് സാബു എം ജേക്കബ്. 3000 കോടി രൂപയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തെലങ്കാനയിൽ നിക്ഷേപം നടത്തിയത്. അന്ന് കേരള സർക്കാരുമായുള്ള വിഷയമൊക്കെ ഇവിടെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക വിമാനം അയച്ചാണ് സാബു ജേക്കബിനെയും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെയും ഒക്കെ തെലങ്കാന സർക്കാർ അങ്ങോട്ടേക്ക് വരുത്തി അവിടെ ചർച്ച നടത്തിയതും സാബു എം ജേക്കബ് അവിടെ 3000 കോടി രൂപ നിക്ഷേപിച്ചതും. ഇതുമൂലം നഷ്ടമാർക്കാണ്? ഇവിടെ മലയാളികൾക്ക് തന്നെയാണ്. കാരണം ഇത്രയും കോടി രൂപ അവിടെ നിക്ഷേപിച്ച് ഒരു പ്രസ്ഥാനം പടുത്തുയർത്തിയതിലൂടെ അവിടെ നിരവധി പേർക്കാണ് ജോലി കിട്ടിയത്. സാബു എം ജേക്കബ് തെലങ്കാനയിൽ തുടങ്ങിയ 3000 കോടി രൂപയുടെ ആ പ്രസ്ഥാനം ഇപ്പോൾ വൻ വിജയമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടപ്പു സാമ്പത്തിക വർഷമായ 2024-25 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ത്രൈമാസത്തിലെ ലാഭത്തിൽ 275% വർധനയുണ്ടാക്കിയിരിക്കുന്നത്. ആകെ ലാഭം 29.95 കോടി രൂപയാണ്. ഇനി തെലങ്കാനയിലെ ഈ വസ്ത്രനിർമ്മാണ സംവിധാനം അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാബു എം ജേക്കബ്. കഴിഞ്ഞ മാസം മാത്രം കിറ്റെക്സ് ഓഹരി വിലയിൽ 32% വർധനയുണ്ടായത്. ഇപ്പോൾ ഒരു ഓഹരിയുടെ വില 282 രൂപയാണ്. അതേസമയം കിറ്റെക്സ് സാബുവിനെയും കിറ്റെക്സിനെയും വേട്ടയാടിയ CPM-ഉം അവരുടെ മാധ്യമ സിൻഡിക്കേറ്റും എന്തു നേടി എന്നുള്ള സംശയം നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിക്കേണ്ടതുണ്ട്. ആത്മാഭിമാനമുള്ള ഒരു സംരംഭകനെ കേരളത്തിൽ പണം മുടക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു നമ്മുടെ പിണറായി സർക്കാർ. അദ്ദേഹം തെലങ്കാനയിലേക്ക് പോയി പണം മുടക്കി, അവിടെ അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്തു. ഇനി സാബു എം ജേക്കബ് തെലങ്കാനയിൽ 3000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പിണറായി വിജയന് സഹിച്ചില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ ജോൺ ബ്രിട്ടാസും പ്രകാശ് കാരാട്ടും ഒക്കെ തെലങ്കാനയിലേക്ക് പോയി ഒരു ബിസിനസ് മീറ്റ് വിളിച്ചുകൂട്ടി. ഒരു സാബു എം ജേക്കബ് പോയാൽ 10 സാബു എം ജേക്കബ്മാരെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെയുള്ള ഒരു തള്ളങ്ങ് തള്ളി. നമുക്കറിയാം പിണറായി വിജയൻ്റെ തള്ള് വളരെ പ്രശസ്തമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ തള്ളും. ഒരു സാബു എം ജേക്കബ് പോയാൽ 10 സാബു എം ജേക്കബ് വരുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എത്രയോ തൊഴിലിടങ്ങൾ പൂട്ടിപ്പോയി. ഒരു സംരംഭകൻ പോലും ഒരു പെട്ടിക്കട ഇവിടെ തുടങ്ങിയതായിട്ട് എനിക്കറിയില്ല. അതിനുശേഷം പ്രകാശ് കാരാട്ടും പിണറായിയുടെ നവമാധ്യമ സിൻഡിക്കേറ്റ് തലവൻ ജോൺ ബ്രിട്ടാസും ഒക്കെ 2022 ജൂൺ 8 അവിടെ പോയി, ഹൈദരാബാദിൽ പോയി പല വ്യവസായികളെയും കണ്ടു. അന്ന് പിണറായി ഹൈദരാബാദിൽ വ്യവസായികളോട് പറഞ്ഞത് കേരളം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പല കാര്യങ്ങളിലും മുന്നിലാണ് എന്നാണ്. അതെ, തീർച്ചയായും പല കാര്യങ്ങളിലും മുന്നിലാണ് കേരളം. പക്ഷേ അത് പിണറായി ഉദ്ദേശിച്ച കാര്യം എന്തായിരുന്നാലും ചില കാര്യങ്ങളിലൊക്കെ കേരളം മുന്നിൽ തന്നെയാണ്. അതായത് സ്ത്രീപീഡനം, ശിശുപീഡനം, ക്രൈം റേറ്റ്, വിവാഹമോചനം, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, തീവ്രവാദ പ്രവർത്തനം, ഇതിലൊക്കെ കേരളം മുന്നിൽ തന്നെയാണ്. അതായിരിക്കാം പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. എന്തായാലും കേരളം ചില കാര്യങ്ങളിൽ മുന്നിലാണ് എന്ന് മാത്രമേ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. അപ്പോൾ കിറ്റെക്സ് കേരളത്തിൽ നടത്താനിരുന്ന ഒരു നിക്ഷേപം തെലങ്കാനയിലേക്ക് നടത്തി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇതുമൂലം നഷ്ടമുണ്ടായത് ആർക്കാണ്? നമ്മുടെ മലയാളികൾക്ക് തന്നെയാണ്. കാരണം നിരവധി പേർക്ക് ലഭിക്കുമായിരുന്ന തൊഴിലാണ് ഈ പിണറായി വിജയൻ്റെയും ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഈ ഒരു തെമ്മാടിത്തരത്തിലൂടെ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും മലയാളികൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കണം. മലിനജലത്തിലെ കൂത്താടി വളരും, അതുപോലെയാണ് CPM. കാരണം ദാരിദ്ര്യവും പട്ടിണിയും എവിടെയുണ്ടോ, വർഗീയതയും എവിടെയുണ്ടോ അവിടെ മാത്രമേ ഈ നശിച്ച പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആന്തൂരിലെ സാജനെ? അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൊണ്ട് പാർത്ഥ കൺവെൻഷൻ സെൻറ്റർ എന്നൊരു പ്രസ്ഥാനം കെട്ടിയുയർത്തി ആന്തൂരിൽ. അതിൻ്റെ പ്രവർത്തനാനുമതിക്കായി ആന്തൂർ നഗരസഭയെ പലവട്ടം സമീപിച്ചു ഒരു സഖാവ് കൂടിയായ ആന്തൂരിലെ പാറയിൽ സാജൻ. അന്ന് നഗരസഭാധ്യക്ഷ PK ശ്യാമളയായിരുന്നു നമ്മുടെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യ. അവർ പറഞ്ഞത്, ഞാനിവിടെ നഗരസഭാധ്യക്ഷയായിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും പ്രവർത്തനാനുമതി നൽകാൻ പോകുന്നില്ല. ഒടുവിൽ മനം നൊന്ത് ആ മനുഷ്യൻ കയറി ഇറങ്ങി മടുത്ത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ഈ നശിച്ച പ്രസ്ഥാനവും ഈ ഒരു നഗരസഭ, ഈ ആന്തൂർ നഗരസഭയും ഒക്കെ ഒടുവിൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. പാർട്ടി സഖാക്കളിൽ നിന്നു തന്നെ വലിയ എതിർപ്പിന് കാരണമായി. ഇതോടുകൂടി പിറ്റേന്നത്തെ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഒരു മുഖപ്രസംഗം എഴുതി അന്ന് EP ജയരാജൻ. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു EP ജയരാജനാണ് ഈ ഒരു മുഖപ്രസംഗം എഴുതിയത് എന്നാണ്. ഈ ആന്തൂരിലെ മരിച്ചുപോയ സാജൻ്റെ ഭാര്യ ബീനയും അവരുടെ ഡ്രൈവറായ മൻസൂറും തമ്മിലുള്ള അവിഹിതം നേരിൽ കണ്ടതുകൊണ്ടാണ് ആന്തൂരിലെ ഈ സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന്
ഒരു മനുഷ്യത്വവുമില്ലാതെ ഒരു കാട്ടാളന്മാർ പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു വന്യമൃഗങ്ങൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രചാരണം അന്ന് ദേശാഭിമാനിയിലൂടെ ഇ.പി. ജയരാജനും മറ്റും നടത്തിയത്. ഇതൊക്കെ അന്തം കമ്മി സഖാക്കൾ ഒരുപാട് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ അവർക്ക് പറയേണ്ടി വന്നു, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണം, ഇനിയും അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും ഞാനും എൻ്റെ മക്കളും കൂടി എന്ന് ആ പാവം സ്ത്രീക്ക്, ആ നിസ്സഹായായ സ്ത്രീക്ക് പറയേണ്ടി വന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സർവ്വമേഖലകളിലെയും തൊഴിലാളികളെ സംഘടിപ്പിക്കുക, അതായത് തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് സർവ്വമേഖലകളിലും തൊഴിലാളികളെ സംഘടിപ്പിക്കുക. ഫുട്പാത്തുകളിൽ പോലും തട്ടുകടകളും അതുപോലെ പെട്ടിക്കടകളും ഒക്കെ നിരത്തിവെച്ച് അവിടെയും സംഘടനയുണ്ടാക്കി. അതായത് കാൽനട യാത്രക്കാർക്ക് പലയിടങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പെട്ടിക്കടകളൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലും നിരത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ. ഏതൊരു പ്രസ്ഥാനത്തിലെയും തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു സഖാവ് അവിടെ ചെല്ലും. അവിടെ ഒരു ഡയറിയും കഷത്ത് തിരുകി യാതൊരു ഉളുപ്പും ഇല്ലാതെ തൊലിക്കട്ടിയുടെ അങ്ങേയറ്റമായ ഒരു സഖാവ് അവിടെ ചെല്ലും. ഒരാൾ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് അയാളുടെ ഭൂമി പണയപ്പെടുത്തിയും സ്വർണം പണയപ്പെടുത്തിയും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വായ്പ വാങ്ങിയും ഒക്കെ വലിയ സ്വപ്നത്തോടെയാണ്. എന്നാൽ ഇത് തുടങ്ങേണ്ട താമസമേ ഉള്ളൂ. ഒരു നേതാവ് അവിടെ എത്തും, എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഒരു ചെങ്കോണകം കുത്തും ആ പ്രസ്ഥാനത്തിന് മുന്നിൽ. പിന്നെ ആ പ്രസ്ഥാനം അടച്ചു പൂട്ടാതെ മറ്റ് നിർവാഹമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ശ്രീ പോർക്കലി സ്റ്റീൽസ്, കണ്ണൂരിൻ്റെ ആ ഭാഗത്താണ് ശ്രീ പോർക്കലി സ്റ്റീൽസ്. ഒടുവിൽ CITU തൊഴിലാളികളുമായുള്ള തർക്കം കാരണം അവിടേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെ അങ്ങോട്ടേക്ക് അയക്കാതായി ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കും ഈ CITUകാരും പാർട്ടിക്കാരും കൂടി. ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പോലും അത് അനുസരിക്കാൻ തയ്യാറാകാതെ ഈ ശ്രീ പോർക്കലി സ്റ്റീലിൽ അവരുടെ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി അതിൻ്റെ ഉടമസ്ഥൻ്റെ സഹോദരനെ അതിക്രൂരമായി മർദ്ദിച്ചു ഈ വേട്ടപ്പട്ടികൾ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹം കർണാടക അതിർത്തിയിലേക്ക് ഈ സ്ഥാപനം മാറ്റുന്ന അവസ്ഥയുണ്ടായി. അതായത് ആൾക്കാരൊക്കെ അവിടെ പോയി സാധനം എടുക്കും. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുപോലെ എവിടെയാണോ ദാരിദ്ര്യമുള്ളത് അവിടെ മാത്രമേ ഈ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ. ഈ സാബു എം ജേക്കബ് നമുക്ക് കാണിച്ചു തന്നത് വലിയൊരു മാതൃകയാണ്. അവർ 2020 എന്നൊരു പ്രസ്ഥാനത്തിലൂടെയൊക്കെ കിഴക്കമ്പലത്തൊക്കെ വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിരുന്നു. അതിനുശേഷം അവിടെ ഒരു MLA, അദ്ദേഹത്തിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ ഭയമാണ്. കാരണം നാളെ ഇനി SC/ST അട്രോസിറ്റി കേസ് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ എനിക്കത് താങ്ങില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ ഞാൻ അശക്തനാണ്. അതുപോലെ ഒരു MLAയുമായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ പേരിലാണ് സാബു എം ജേക്കബ് പോലൊരു കോടീശ്വരനായ ഒരു വ്യവസായിക്ക് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനോടൊക്കെ ഒന്ന് ഏറ്റുമുട്ടാൻ പോയാൽ, അല്ലെങ്കിൽ ഇവനോടൊക്കെ ഒന്ന് എതിർത്ത് പറയേണ്ടി വന്നാൽ ഇവിടെ ഒരു സാധാരണക്കാരനെ ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് എന്തായാലും സാബു എം ജേക്കബ് നമുക്ക് കാണിച്ചു തന്നത് വലിയൊരു പാഠമാണ്. കേരളത്തിൽ ഒരാളും ഒരു പെട്ടിക്കട പോലും തുടങ്ങരുത് എന്നുള്ള ഒരു പാഠം.